ഹേ ഗൈസ്, അക്സന ക്രാഫ്റ്റ് ഐഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുള്ള സിമ്പിളായിട്ടുള്ളൊരു ടേബിൾ മേക്കറാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് ഫേസ്ബുക്ക് പീസ് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ളവരെണ്ണം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. ഇതേപോലെ കുറച്ച് കട്ട് ചെയ്ത് ഞാനിങ്ങനെ മാറ്റി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലൊരെണ്ണം ഇങ്ങനെ ഷേപ്പായിട്ട് പെൻസിൽ വെച്ചിട്ട് ഞാൻ ആദ്യം ഔട്ട്ലൈൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സ്കെച്ച് പെൻ വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത്. ഈ സ്കെച്ച് പെൻ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഡാർക്കായിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ക്രാഫ്റ്റ് കാണണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ ഞാൻ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഇത് വരച്ചത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്തെടുത്തതിൻ്റെ ആ മുകളിൽ നമുക്ക് കുറച്ച് ഇലയൊക്കെ ഒട്ടിക്കാനുണ്ട് കേട്ടോ. അതിനായിട്ട് ഞാൻ ഇതേപോലെ നീളമുള്ളൊരു ഫേസ്ബുക്ക് പീസ് എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ ഇലയുടെ ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് വെട്ടിയെടുക്കുന്നത് ഞാൻ കുറച്ച് ഓൾറെഡി ഞാൻ ഇങ്ങനെ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഇലയുടെ ഒരു ഷേപ്പിന് നിങ്ങൾക്ക് നീളത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതേപോലെ റൗണ്ട് ബേസ് ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നേരത്തെ ആ സാധനം എടുത്തിട്ട് അതിലേക്ക് ഈ ഷേപ്പിനകത്ത് നമ്മൾ ഇലകൾ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് കളറൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം സ്കെച്ച് പെൻ വെച്ചിട്ടാണെങ്കിൽ കളർ വാട്ടർ കളർ വെച്ചിട്ടാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാമേ. ഞാൻ ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തം കവർ ചെയ്യണേ. ഞാൻ ടെഡി ബിയറിൻ്റെ ഇത് നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ചെവിയിലും മൂക്കിലൊന്ന് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അത് മൊത്തം ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് താഴെ ആ ടെഡി ബിയർ വെക്കുന്ന ബേസിനായിട്ടാണ് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിങ്ങനെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാനവിടെ ആ ടെഡി ബിയർ ഒട്ടിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുകൊണ്ടാണ് കേട്ടോ. അത് നിങ്ങൾ ആ ടെഡി ബിയർ അതിൻ്റെ മണ്ടയിൽ വെച്ച് ഒട്ടിച്ചാൽ മതി. ഞാൻ എന്നിട്ട് ആ ബേസിനകത്ത് ഇത് രണ്ടും കൂടി ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫെവിക്കോളിൻ്റെ സാധാ പശയാണ് കേട്ടോ. 10 രൂപയുടെ പശയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പശയാണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചത്. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.